ഹായ്, എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് കരുതട്ടെ. കൃപയാൽ ഞങ്ങളും സുഖമായിരിക്കുന്നു. 2025 നമ്മെ വിട്ടുപോകുവാൻ ചില മണിക്കൂറുകൾ കൂടി ബാക്കി നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഞായറാഴ്ച വെളുപ്പിന് 12 മണി ആയപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് 1-2 ചിന്തകൾ ഓടി വന്നു. വചനത്തിൻ്റെ ചിന്തകൾ ഓടി വന്നു. ഇതാണ്: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മത്തായി സുവിശേഷം 6-ാം അധ്യായം 34, 35, 34, 35 വാക്യങ്ങൾ, അവസാനത്തെ വാക്യങ്ങളാണ് വേദഭാഗം. അപ്പോൾ ആ വചനത്തെ കഴിഞ്ഞ ദിനങ്ങളിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ജനത്തിന് കൊടുക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയും ഈ വാക്യവും തമ്മിൽ ഒന്ന് ബന്ധപ്പെടുത്തി പഠിച്ചപ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായ ഒരു കാര്യം: നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണമാണോ നാം നടക്കുന്നത്? എന്നെ വിളിച്ച അല്ലെങ്കിൽ നമ്മെ വിളിച്ച അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണമാണോ 2025 നടന്നിട്ടുള്ളത്? ഞങ്ങളുടെ ആണ്ടർതി മീറ്റിംഗ് അല്പസമയം മുമ്പ് കഴിഞ്ഞു. ഞാൻ ഇതേ വചനം തന്നെയാണ് എൻ്റെ സഭയിലെ ജനത്തോട് സംസാരിച്ചത്. ഇല്ല എങ്കിൽ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുക, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. 2026 എനിക്ക് തരുന്നു എങ്കിൽ എന്നെ വിളിച്ച വിളിക്ക് യോഗ്യമാം എണ്ണം തന്നെ നടക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുവാൻ അവരോട് ആവശ്യപ്പെട്ടു. ഞാനും ആ ഒരു താല്പര്യത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനിടയായി. അതിനോട് ചേർന്ന് തന്നെ വന്ന ഒരു വാക്യം, അതിൻ്റെ 5-ാം അധ്യായം നാം പഠിച്ചു തുടങ്ങുമ്പോൾ കർത്താവ് ഗിരിപ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നു: ആത്മാവിൽ ദരിദ്രരായ മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം നിൽക്കുന്നതെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. ഇവിടുത്തെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്: രാജ്യം, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ഞങ്ങളെ ആക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കണമേ എന്ന് അവിടെ പറഞ്ഞു വരികയാണ്. സത്യത്തിൽ ആ പ്രാർത്ഥന കർത്താവ് കാണിച്ചു തന്ന ആ മാതൃകയിൽ നാം നിൽക്കുന്നു എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ മറുപടി ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ ഈ ആണ്ട് അവസാന ആ സമയത്തേക്ക് അടുക്കുമ്പോൾ എൻ്റെ ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട ചോദ്യമാണ് നിങ്ങളോടും പങ്കുവെക്കുന്നത്: നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം ആണോ ഓടിയിട്ടുള്ളത്? ഈ ചിന്ത നിങ്ങളുടെ മുൻപാകെ വെക്കുന്നു. ഈ ചിന്ത നിങ്ങളെ തന്നെ ഒന്ന് സ്വയം ചിന്തിക്കുവാൻ, ആ ചിന്തയ്ക്കനുസരിച്ച് നിങ്ങൾ ദൈവത്തെ അറിയുവാൻ, ആ വഴിയിൽ നടക്കുവാൻ സർവശക്തി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. God bless you all.